29 ദിവസത്തെ ലോ അക്കാഡമി സമരം ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. പക്ഷേ ഒരാഴ്ച മുൻപ് SFI നേടിയതിൽ കൂടുതൽ വിജയമൊന്നും മുന്നണികൾക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇന്നത്തെ സമരം അവസാനിച്ചതിന് ശേഷം ലക്ഷ്മി നായർ രാജിവെച്ചതിൻ്റെ പേരിൽ KSUവിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ചില സ്ഥലങ്ങളിൽ പ്രകടനങ്ങൾ വരെ നടന്നു. ഒരു കോളേജിലെ സാധാ പ്രശ്നത്തിൽ അവിടുത്തെ വിദ്യാർത്ഥികൾ തുടങ്ങിയ സമരത്തിലേക്ക് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് കൈകടത്തിയ BJP തൻ്റെ മണ്ഡലത്തിൽ സ്കോർ ചെയ്യുന്നത് കണ്ട് അവിടേക്ക് സമരത്തിലേക്ക് എടുത്തു ചാടിയ K. മുരളീധരനും അവസാനം നാണം കെട്ട് ഇറങ്ങിപ്പോകുന്നൊരു കാഴ്ച നമ്മൾ കാണേണ്ടി വന്നു. ഇന്നത്തെ സമരം അവസാനിച്ചതിന് ശേഷം ABVPക്കാരും കോൺഗ്രസ്സുകാരും ചാനലുകളുടെ മുന്നിലും നവമാധ്യമങ്ങളിലും വെച്ച് വിളമ്പിയത് ലക്ഷ്മി നായരെ ആ കോളേജിൽ നിന്നും എന്നേക്കുമായി പുറത്താക്കി കഴിഞ്ഞിരിക്കുന്നുവെന്ന്. പക്ഷേ അങ്ങനെ ഒരു ക്ലോസ് അവരൊപ്പിട്ട് കാണിച്ച ആ പേപ്പറിലെങ്ങും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഇതാണ് അവരൊപ്പിട്ട് കൊണ്ടുവന്ന ഇന്നത്തെ ഉടമ്പടി കരാർ. കഴിഞ്ഞ ഉടമ്പടി കരാറിൽ 4 അംഗങ്ങൾ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതിൽ 2 അംഗങ്ങളാണ് ഒപ്പിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും വലിയ ഒരാക്ഷേപം, കഴിഞ്ഞ കരാറിൽ ലക്ഷ്മി നായരുടെ ഒപ്പെവിടെ എന്നായിരുന്നു ചോദ്യം. ഇന്നത്തെ കരാറിലും ലക്ഷ്മി നായർ ഒപ്പിട്ടിട്ടില്ല എന്നുള്ളത് മറ്റൊരു വിരോധാഭാസം മാത്രമാണ്. ഈ സമരത്തെ സർക്കാരിനെതിരായ ഒരു സമരമായി തിരിച്ചുവിടാനായിട്ട് ഇവിടുത്തെ കോൺഗ്രസും BJPയും ആകുന്നു ശ്രമിച്ചു. അക്കൂടെ തന്നെ ഭരണത്തിലെ ഘടകകക്ഷിയായ CPIയും ശ്രമിച്ചു എന്നുള്ളതാണ് അതിനകത്തെ ഏറ്റവും വലിയ വിരോധാഭാസം. അവസാനം സമരം അവസാനിപ്പിച്ചപ്പോൾ അതിനു മുമ്പ് ലക്ഷ്മി നായരുടെ രാജി അല്ലാതെ മറ്റൊരു പോംവഴിയും ഇല്ല എന്ന് പറഞ്ഞ് ഏറ്റവും വലിയ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് വന്നവർ ഇന്നിപ്പോൾ രാജി എന്ന കാൽപ്പനിക സ്വപ്നത്തിൽ നിന്ന് വിട പറഞ്ഞ് ലക്ഷ്മി നായരെ പുറത്താക്കി എന്ന് കഴിഞ്ഞ തവണ SFIക്ക് എഴുതി കൊടുത്ത അതേ കരാറിൻ്റെ കോപ്പി കൈപ്പറ്റി സായുജ്യമടയുന്നതാണ് നമ്മൾ കണ്ടത്. എന്തിനു വേണ്ടിയായിരുന്നു? ഇന്നലെ അതിനിടയ്ക്ക് സമരനാടകം എന്ന പേരിൽ കയറും വിഷക്കുപ്പിയും പെട്രോളുമായി മരത്തിൻ്റെ മണ്ടയിൽ കയറി സുരക്ഷിതമായ ഇരിപ്പിടം ഒരുക്കിയതിന് ശേഷം ആത്മഹത്യാ നാടകം ഒരുക്കിയതെന്തിന്? അതിൻ്റെ പേരിൽ വഴിയിലൂടെ പോയ ഒരു സാധാരണക്കാരൻ്റെ ജീവൻ ബലി കൊടുത്തു. എന്നിട്ട് അതും സർക്കാരിൻ്റെ ദേഹത്ത് കെട്ടിവെക്കാനുള്ള ഒരു വിഫല ശ്രമം, അതും പൊളിഞ്ഞു. ഇനി എന്ത്? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എന്തുകൊണ്ടാണ് SFI എന്ന യൂണിയൻ കേരളത്തിലെ എല്ലാ കോളേജുകളിലും അല്ലെങ്കിൽ എല്ലാ യൂണിവേഴ്സിറ്റികളിലും എതിരില്ലാതെ ഭരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്. കാരണം SFI നേടിയതിൽ കൂടുതൽ ഒന്നും നേടാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകുന്നത് വരെ നിങ്ങൾ ഈ സമരനാടകങ്ങളും ആഭാസങ്ങളും മുന്നോട്ട് തുടർന്നു കൊണ്ടുപോവുക തന്നെ വേണം. ഏഷ്യാനെറ്റിൻ്റെ ചാനൽ അവതാരകൻ വിനു വി ജോൺ ഇന്നത്തെയും ന്യൂസ് അവർ അവതരിപ്പിക്കാൻ എത്തുമെന്ന് കരുതുകയാണ്. കഴിഞ്ഞ ദിവസം SFIയുടെ സംസ്ഥാന സെക്രട്ടറിയോട് ചോദിച്ച ഈ കീറക്കടലാസിന് എന്താണ് വില എന്ന് ചോദിച്ച അതേ വിനുവിനോട് ഞാൻ ചോദിക്കുകയാണ്, ഇന്ന് നിങ്ങൾ ഒപ്പിട്ട് കൊണ്ടുവന്നിരിക്കുന്ന കീറക്കടലാസിന് എന്താണ് വില എന്ന് നീ തെളിയിക്കണം. അല്ലെങ്കിൽ ആവണക്കെണ്ണയിൽ കടവിറങ്ങിയ നിന്റെ നയവുമായിട്ട് CPMൻ്റെ നെഞ്ചത്ത് കുതിര കയറാൻ ഇനി വരരുത്. ന്യൂസ് അവറിന് ശേഷം സമരപ്പന്തലിലെത്തി താൻ ചെയ്ത ജോലിക്ക് അച്ചാരവും വാങ്ങിപ്പോകുന്ന നിന്റെ പടം സോഷ്യൽ മീഡിയകളിലൂടെ വന്നപ്പോൾ തന്നെ നിന്റെ റേഞ്ച് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ നെഞ്ചത്തേട്ട് കുതിര കയറുന്ന നിന്റെ മാധ്യമധർമ്മം കൂടുതൽ ആവർത്തിക്കണമെന്നില്ല. ഇന്ന് വിനു മുദ്ര വെച്ച അല്ലെങ്കിൽ മുദ്രക്കടലാസിൽ എഴുതി തയ്യാറാക്കിയ രാജിക്കത്ത് ഇന്ന് ഏഷ്യാനെറ്റിൻ്റെ ന്യൂസ് അവറിൽ കൊണ്ട് പ്രദർശിപ്പിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്.